ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഒരു ATM-ൽ നിന്ന് പിൻവലിക്കുന്നത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ നിങ്ങളിൽ നിന്ന് അതിന് പണം ഈടാക്കുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോഴോ അന്യായമായി തോന്നുന്നു അല്ലേ? ശരി, മെയ് 1 മുതൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഇത് ഒരു യാഥാർത്ഥ്യമായി മാറിയേക്കാം. പക്ഷേ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ട്? ഈ മാറ്റത്തിന് പിന്നിൽ ആരാണ്? ഏറ്റവും പ്രധാനമായി ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും? ഈ പ്രധാന ബാങ്കിംഗ് മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാം ഞാൻ വിശദീകരിക്കുമ്പോൾ അവസാനം വരെ എന്നോടൊപ്പം തുടരൂ. പതിറ്റാണ്ടുകളായി ATM-കൾ ഇന്ത്യക്കാർക്ക് ഒരു ലൈഫ് ലൈനാണ്. നീണ്ട ബാങ്ക് ക്യൂകളിൽ നിൽക്കാതെ എളുപ്പത്തിൽ പണം എടുക്കാൻ ഇത് സഹായിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. മെയ് 1 മുതൽ ഒരു പുതിയ നിയമം എല്ലാ ATM-കളിൽ നിന്നും പിൻവലിക്കുന്നത് ചെലവേറിയതാക്കിയേക്കാം. ബാങ്കുകളും അധികാരികളും ഇത് ആവശ്യമാണെന്ന് അവകാശപ്പെടുമ്പോൾ ഉപഭോക്താക്കൾ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മെയ് 1 മുതൽ എന്താണ് മാറുന്നത്? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഒരു നിശ്ചിത പരിധിക്ക് മുകളിലുള്ള ATM പിൻവലിക്കലുകൾക്ക് ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്ന് നിരക്ക് ഈടാക്കാൻ തുടങ്ങിയേക്കാം. ചില ബാങ്കുകൾ ഇതിനകം തന്നെ ഒരു നിശ്ചിത സൗജന്യ ഇടപാടുകൾക്ക് ശേഷം ഫീസ് ചുമത്തുന്നുണ്ടെങ്കിലും ഈ പുതിയ നിയമം നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയേക്കാം. മുമ്പ് മിക്ക ബാങ്കുകളും പ്രതിമാസം 3 തൊട്ട് 5 സൗജന്യ പിൻവലിക്കലുകൾ അനുവദിച്ചിരുന്നു. ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിലും കുറഞ്ഞ സൗജന്യ പിൻവലിക്കലുകൾ അനുവദിക്കുമെന്നും ഫീസ് വർദ്ധിച്ചേക്കാം എന്നുമാണ്. ATM ഇടപാടുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രതിമാസം 5 സൗജന്യ ഇടപാടുകൾക്ക് ശേഷം പിൻവലിക്കലിന് നിങ്ങളിൽ നിന്നും 23 രൂപ ഈടാക്കും. ഒരു ലളിതമായ ബാലൻസ് അന്വേഷണത്തിന് പോലും ഓരോ ഇടപാടിനും 7 രൂപ ചെലവാകും. മറക്കരുത്, ഈ ചാർജുകൾക്ക് മുകളിൽ GST ചേർക്കപ്പെടും. കഴിഞ്ഞില്ല, ചില ബാങ്കുകൾ മറ്റ് ചാർജുകളും വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ ഒരു IDFC അല്ലെങ്കിൽ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബിൽ പേയ്മെൻറ്റുകളിൽ 1% അധികമായി നൽകാൻ തയ്യാറായിക്കോളൂ. ICICI ബാങ്ക് ഇപ്പോൾ 50 ചെക്കുകളുള്ള ഒരു ചെക്ക് ബുക്കിന് 200 രൂപ ഈടാക്കും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതൊരു ചോദ്യമാണല്ലേ. ATM-കൾ പരിപാലിക്കുന്നത് ചെലവേറിയതാണെന്നും ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് കുറച്ച് ആളുകൾ പണം ഉപയോഗിക്കുന്നുവെന്നും ബാങ്കുകൾ വാദിക്കുന്നു. എന്നിരുന്നാലും യഥാർത്ഥ കാരണം ഇതാണോ? ATM-കൾക്ക് പതിവ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷ, പണം നിറയ്ക്കൽ എന്നിവ ആവശ്യമാണ്. UPI ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വർദ്ധിക്കുന്നതോടെ ബാങ്കുകൾ കുറഞ്ഞ പണ ആശ്രയത്വം കാണുന്നു. ഇതേ തുടർന്ന് ATM-കൾ പരിപാലിക്കുന്നതിനും പണം കൈകാര്യം ചെയ്യുന്നതിനുമുള്ള പ്രവർത്തന ചെലവുകൾ വർദ്ധിച്ചതായി ബാങ്കുകൾ പറയുന്നു. എന്നാൽ ദൈനംദിന ആവശ്യങ്ങൾക്കായി പണത്തെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് ഇത് ശരിക്കും ന്യായമാണോ? പല ഇന്ത്യക്കാരും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും പണത്തെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. ഈ തീരുമാനം അവരെ ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കാം. നഗര ഉപയോക്താക്കൾ UPI-യിലേക്ക് മാറിയേക്കാം. എന്നാൽ ഗ്രാമങ്ങളിലെ വിഭാഗങ്ങൾക്ക് ഇതിൻ്റെ ആഘാതം അനുഭവപ്പെടും. ദിവസവേതന തൊഴിലാളികളും പണത്തെ ആശ്രയിക്കുന്ന ഗ്രാമീണ ജനവിഭാഗങ്ങളും ഡിജിറ്റൽ പേയ്മെൻറ്റുകളിൽ സുഖകരമല്ലാത്ത പ്രായമായ പൗരന്മാരും പ്രധാനമായും പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ചെറുകിട ബിസിനസ്സുകൾ എന്നിവരെ ശരിക്കും ഇത് ബാധിക്കും, സംശയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പണം പിൻവലിക്കൽ ഒരു തിരഞ്ഞെടുപ്പല്ല, അത് ഒരു ആവശ്യകതയാണ്. അപ്പോൾ ഈ നീക്കം ഒരു ഡിജിറ്റൽ വിഭജനം സൃഷ്ടിക്കുമോ? നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ATM ചാർജുകൾ ഒഴിവാക്കാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് ചില വഴികളുണ്ട്. നിങ്ങളുടെ ഹോം ബാങ്കിൻ്റെ ATM ഉപയോഗിക്കുക. മറ്റൊരു ബാങ്കിൻ്റെ മെഷീനിനേക്കാൾ നിങ്ങളുടെ സ്വന്തം ബാങ്കിൻ്റെ ATM-ൽ നിന്ന് പിൻവലിക്കുക. വലിയ പിൻവലിക്കലുകൾ നടത്തുക. ഒന്നിലധികം ചെറിയ ഇടപാടുകൾക്ക് പകരം ഒരേ സമയം വലിയ തുക പിൻവലിക്കുക. ഡിജിറ്റൽ പേയ്മെൻറ്റുകളിലേക്ക് മാറുക. UPI, മൊബൈൽ വാലറ്റുകൾ, ബാങ്ക് ട്രാൻസ്ഫറുകൾ എന്നിവ പണ ആശ്രിതത്വം കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ വഴക്കമില്ല എന്നത് സത്യമാണ്. ഇന്ത്യ ഉയരുന്നു എന്നാണ് പറയുന്നത്. അതെ, ഇന്ത്യക്ക് മുന്നേറ്റമുണ്ട്. പക്ഷേ സാധാരണക്കാരുടെ ജീവിതത്തെ പരിഗണിക്കേണ്ടതുണ്ട്. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. അപ്പോൾ ഇന്ത്യയിലെ സൗജന്യ ATM-കളുടെ അവസാനമാണോ ഇത്? ബാങ്കുകളും അധികാരികളും ഈ നീക്കത്തെ ന്യായീകരിക്കുമ്പോൾ യഥാർത്ഥ ഭാരം സാധാരണക്കാരുടെ മേലാണ് വരുന്നത്. ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ATM-ൽ നിന്ന് പണം പിൻവലിക്കുന്നത് സൗജന്യമായി തുടരണോ? അതോ നിങ്ങൾ ഈ മാറ്റത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമാണെന്ന് തോന്നിയാൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായി പങ്കിടുക. എല്ലാവരും ഈ പ്രധാനപ്പെട്ട അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.